സാറിനോടെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാർ എപ്പോഴെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് വല്ല ട്രാൻസ്ഫറിന്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ടോമിന്റെ പേരാ പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. സാർ എന്തായാലും വളരെ നന്നായി. ടോമിന്റെ ഒരു എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും വെച്ചിട്ട് മിനിമം ഒരു ഹെഡ് ഓഫീസിലേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. ഞാനിത് അപ്പോഴത്തെ സിറ്റുവേഷനിലെ സാറ് സിറ്റുവേഷൻ ഒന്നും അവർക്ക് അറിയണ്ട. സാർ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് സാറ് പറഞ്ഞ പോലെ അവരെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ടോമിനെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സാർ പറ്റുമെങ്കിൽ നാളെ തന്നെ. നാളെ ടോമിനെ അങ്ങനെ വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. സാർ തന്നെയല്ലേ ടോമിനെ വിടാന്ന് പറഞ്ഞത്? അല്ല ഇനിയിപ്പോ സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണോ? അങ്ങനെയൊന്നും പറയുന്നില്ല. അത് ഞാൻ ഹെഡ് ഓഫീസിൽ വിളിച്ച് സംസാരിച്ചോളാം, ഒന്ന് ക്യാൻസൽ ചെയ്തേക്കാൻ. അതിന് നടക്കില്ല സാർ. ഞാനേ ഐസക് സാറിനെ വിളിച്ച് എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സാറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കളി അങ്ങനെ ആയിരുന്നല്ലേ? സാറിനോട് ഞാൻ അമ്മയെ പറഞ്ഞല്ലേ, ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. അതിപ്പോ TL ആയിട്ട് ടോമല്ലേ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ പ്രോജക്റ്റ് തീരാതെ ടോമിനെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെയാ സാർ ഞാനും വിചാരിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഞാൻ പ്രൊജക്ട് ഹെഡ് ആവാൻ ഐസക് സാറോട് പറഞ്ഞപ്പോ സാറ് സമ്മതിച്ചു. പിന്നെ ഇവിടെ ഉള്ളവരെക്കാളൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ നിൽക്കുമ്പോ സാർക്ക് വേറൊരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? സാറ് പേടിക്കണ്ട, ഞാനും അമ്മയും ജെസ്സിയും കൂടി ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തോളാം. ഞാൻ കൂടെ സമ്മതിക്കണ്ടേ? സാർ സമ്മതിച്ചില്ലെങ്കിലും ഐസക് സാർ സമ്മതിച്ചു. പിന്നെ സാർ എപ്പോഴും പറയാറുള്ള പോലെ ഹെഡ് ഓഫീസിൽ നിന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാർ ഈ ട്രാൻസ്ഫറിൽ സാർ ടോമിനെ വിളിച്ചു കൂടിയാ. നിങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയപ്പോ സാർ ആ കുഴി തിരിച്ചു മൂടാൻ മറന്നു. ഇപ്പൊ അതേ കുഴിയിൽ ടോം വീഴാൻ പോവാ. വീണില്ലെങ്കിൽ ഞാൻ വീഴ്ത്തും. സാർ ഇനി ടോമിനെ രക്ഷിക്കാൻ മെനക്കെടണ്ട.